ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, അപ്പച്ചായി നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അപ്പച്ചൻ്റെ പാദത്തിൽ കടന്നു വരുവാനും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും നിൻ്റെ പാദത്തിൽ കൊണ്ടുവയ്ക്കുവാനും കർത്താവേ സ്തോത്രം. കേരളത്തിലും ഇന്ത്യക്കുള്ളിലുമായിരുന്നു കടഞ്ഞിരോട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. MAG ഗോസ്പൽ വോയിസ് മൂലമായി ലോകം മുഴുവനും ഈ പ്രാർത്ഥന പോയിക്കൊണ്ടിരിക്കുന്ന അപ്പച്ചാ, ഈ പ്രാർത്ഥന കേൾക്കുന്ന, അനുസരിക്കുന്ന, വിശ്വസിക്കുന്ന കർത്താവെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി കരയുന്നവരുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ദൈവമേ, അവരെല്ലാം നിന്റെ തൃപ്പാദത്തിൽ ഞങ്ങൾ കൊണ്ടുവയ്ക്കുകയാണ്. അവരോരുത്തരെയും കർത്താവ് മറക്കരുതേ, കൈവിടരുതേ, ഉപേക്ഷിക്കരുതേ. ഈ പ്രാർത്ഥന ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്ക് അന്യോന്യം പ്രാർത്ഥിക്കുവാൻ, ഒരുവരുടെ വേദനകൾ, ഒരുവരുടെ ഭാരങ്ങൾ ഞങ്ങൾ ചുമക്കുവാൻ, ഒരുവരുടെ കണ്ണുനീര് ഞങ്ങൾ തുടയ്ക്കുവാൻ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നതിനായി സ്തോത്രം. ദൈവമേ സ്തോത്രം കർത്താവ്. അപ്പൻ്റെ മക്കളെ പോലെ ഒരു ഭവനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്നിച്ച് ദേശത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും ഒരുമനപ്പെട്ട് ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിൻ്റെ കൃപ, നിൻ്റെ ദയവ്, നിൻ്റെ കാവൽ, നിൻ്റെ സൂക്ഷിപ്പ്, നിൻ്റെ സ്നേഹം കർത്താവേ നിൻ്റെ എല്ലാ മഹത്വവും ഞങ്ങളോടുകൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുത്തരും ലജ്ജിക്കരുത്, കൈവിടപ്പെട്ടു പോകരുത്, നാണിക്കരുത്, തലകുനിയരുത്, എവിടെയും അവർ നാണിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കരുതേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ശുശ്രൂഷകന്മാർ, ഒത്തിരി മിഷണറീസ്, അനേകരകത്തോട് ഒത്തിരി അപ്പച്ചന്മാർ, അമ്മച്ചിമാരുണ്ട്, സഹോദരി, കുഞ്ഞുങ്ങൾ, യൗവനക്കാരെല്ലാവരും ഉണ്ട് അപ്പച്ച. രക്ഷിക്കപ്പെട്ടവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്. ദൈവമേ യേശുവേ നിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അനുസരിക്കാത്തവരുണ്ട് അപ്പച്ച. അനേകർ ഈ പ്രാർത്ഥന വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമാണ്, ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാന്നുള്ള സ്ഥിതിയിൽ അനേകരുണ്ട് കർത്താവ്. എപ്പോൾ ഈ പ്രാർത്ഥന വരുമെന്ന് വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. അവരെല്ലാം നിന്റെ തൃപ്പാദത്തിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന ഏത് ഭവനത്തിലോട്ട് കയറി ചെല്ലുന്നോ അവിടെ ദൈവം ഉണ്ടായിരിക്കണം, ദൈവസ്നേഹം ഉണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം ആ ഭവനത്തിലെ കാണണം. കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ തിറക്കണം, അത്ഭുതത്തിൻ്റെ കരം അവിടെ വെളിപ്പെടണം, അതിശയം നടക്കണം, അത്ഭുതം നടക്കണം, വിടുതലുണ്ടാകണം. നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ആശ്വാസവും കുഞ്ഞുങ്ങൾ അനുഭവിക്കണം. രോഗമാണാൽ ഉടനെ സൗഖ്യം, ബന്ധനയാണെങ്കിൽ ഉടനെ ബന്ധന അഴിയണം. ഏത് കഷ്ടമോ കണ്ണുനീരോ പാടോ പ്രയാസമോ അതിനെല്ലാം എൻ്റെ കർത്താവ് വിടുതലെ കൊടുത്ത് കുഞ്ഞുങ്ങളെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിക്കാട്ട് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെ ബലപ്പെടുത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച് 1215 ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇത്രത്തോളം കർത്താവ് നടത്തി. ഒരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 11 വാക്യം. 2 കൊരിന്ത്യർ 13 അധ്യായത്തിൻ്റെ 11 വാക്യം. സഹോദരന്മാരെ, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ, സമാധാനത്തോട് ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഇന്ന് നമ്മളിൽ അനേകർ പൂർവികമായിട്ടുള്ള പെന്തക്കോസുകാരാണ്, പൂർവികമായിട്ടുള്ള ക്രിസ്ത്യാനികളാണ്, പൂർവികമായിട്ടുള്ള വിശ്വാസികളാണ്. പക്ഷേ അനേകരുടെ ജീവിതത്തിൽ, ഭവനത്തിൽ ദൈവമില്ല. നമ്മൾ ദൈവത്തെ വിളിക്കുന്നു, നമ്മൾ കരയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ പെയ്ത്തോമിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, കർത്താവിന് കൊടുക്കുന്നു, സഹായം മറ്റുള്ള സാധുക്കളെ സഹായിക്കുന്നു, ഒത്തിരി അന്നദാനങ്ങൾ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് എത്ര പേര് പരിശോധിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ദൈവം നമ്മളെ വിട്ട് പോയോ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളത് എത്ര പേർക്ക് ബോധ്യത ഉണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനൊന്ന് പറയട്ടെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാ അത്ഭുതങ്ങളായിരിക്കും, അതിശയങ്ങളായിരിക്കും. അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ വരും, ഭയങ്കരമായിട്ടുള്ള കോളിളക്കങ്ങൾ വരും, ഭയങ്കരമായിട്ടുള്ള പോരാട്ടങ്ങൾ വരും, വലിയ വലിയ രോഗങ്ങൾ വരും, മരണം വരുന്നത് പോലുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഏർപ്പെടും. അതിൽ നമുക്ക് മനസ്സിലാക്കണം ദൈവം ഇവിടെ ഉണ്ട്. ஆனால் ഇന്ന് അനേകർ എന്തോ ചിന്തിക്കുന്നത്, ഒരു രോഗം വന്നാലോ കഷ്ടം വന്നാലോ പ്രയാസം വന്നോ ദൈവം ഇവിടെ ഇല്ല, ദൈവം ഇല്ല, ഇവൻ കള്ളനാണ്, ഇവൻ ദൈവത്തെ വിളിക്കുന്നവനല്ല, ഇവൻ കള്ളനാണെന്ന് പറഞ്ഞ് നമുക്ക് ഒത്തിരി പേര് പട്ടം കൊടുക്കുന്നവരുണ്ട്. അവിടെ അല്ല വിഷയം ഇരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, യേശു ക്രിസ്തു പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആ പടകിൻ്റെ കൂടെ വേറെ അനേക ചെറുപടകൾ ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത്. പക്ഷേ യേശു ഇരുന്ന പടകിലാണ് വെള്ളം കയറിയതും മുങ്ങാൻ പോയതും നശിക്കാൻ പോയതും. മറ്റുള്ള ഒരു പടകിനും പ്രശ്നമില്ല, കാരണം ആ പടകിൽ യേശു ഇല്ല, പരിഹാരിയില്ല. ഈ ഒരു പടകിൽ മാത്രമാണ് പരിഹാരി ഇരുന്നത്. കടലെ, സമുദ്രത്തെ സൃഷ്ടിച്ചവൻ, ലോകത്തെ സൃഷ്ടിച്ചവൻ, വാനത്തെ സൃഷ്ടിച്ചവൻ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിതാവ് ആ പടകിൽ ഉണ്ടായിരുന്നു. ആ പടകെ മുക്കാനാണ് കോളിളക്കങ്ങൾ വന്നത്, അലകൾ വന്നത്, വെള്ളം വന്നത്. പക്ഷേ അങ്ങനെ എഴുന്നേറ്റപ്പോൾ എല്ലാം ശാന്തമായി. അങ്ങനെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് ദരിദ്രം, കഷ്ടം, പ്രയാസങ്ങൾ ഇരിക്കുമ്പോൾ ദൈവം ഞങ്ങളെ കൈവിട്ട്, ദൈവം നമ്മളെ മറന്ന് പറയരുത്. അവിടെ ദൈവത്തെ എഴുന്നേൽപ്പിക്കണം. പക്ഷേ ദൈവത്തെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ ദൈവം അവിടെ ഉണ്ടായിരിക്കണം.
ഇവരുടെ പടകിൽ ദൈവം ഉണ്ടായിരുന്നു, ഇവരുടെ ബോട്ടിൽ ദൈവം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ സംസാരിക്കാൻ വേണ്ടി ഉറങ്ങാൻ വിട്ടതാ. പക്ഷേ ചിന്തിക്കണം, വിളിച്ചപ്പോൾ എഴുന്നേറ്റപ്പോൾ പ്രശ്നം സാൾവായി. അപ്പോൾ നിങ്ങൾ വിളിച്ച ഉടനെ ദൈവം എഴുന്നേൽക്കണമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഈ വായിച്ച വേദപുസ്തകത്തിലെ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, എന്തോ ചെയ്യണം? സഹോദരന്മാരെ, സന്തോഷമായിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് നോക്കിക്കേ. എല്ലാം വീട് കാണും, സ്വത്ത് കാണും, എസ്റ്റേറ്റ് കാണും, പണം കാണും, എല്ലാം ഫോറിലായിരിക്കും, ഇഷ്ടംപോലെ കറൻസി കാണും, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷമുണ്ടോ നോക്ക്. സന്തോഷിപ്പീൻ. രണ്ടാമത്, യഥാസ്ഥാനപ്പെടുവീൻ. നിങ്ങൾക്ക് ആ സ്ഥിരത ഉണ്ടോ? യഥാസ്ഥാനത ഉണ്ടോ? ഒരു ചർച്ചിൽ നിന്ന് ചിലവർ ശ്രദ്ധിക്കും, പിന്നെ വേറെ ചർച്ചിലോട്ട് ചാടും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. ഇങ്ങനെ ഭവനത്തിനകത്ത് അന്യോന്യ സഹോദരങ്ങൾക്കുള്ള, ഭാര്യ ഭർത്തക്കുള്ള ഭിന്നതകൾ നിങ്ങൾക്ക് ഈ യഥാസ്ഥാനപ്പെടുവീൻ, യഥാസ്ഥാനം ഉണ്ടോ നിങ്ങൾ പാർക്കണം. മൂന്നാമത്, ആശ്വസിച്ചു കൊള്ളുവേൻ. ആശ്വാസമുണ്ടോ നോക്കി. മനസ്സിനൊരു ആശ്വാസമുണ്ടോ? ഒരു സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? അതെല്ലാം എവിടെ പോയി? എല്ലാം തകർന്നു പോയി. ആശ്വാസവും ഇല്ല. അടുത്ത് പറയുന്നത്, ഏക മനസ്സുള്ളവരാകുവേൻ. നമ്മുടെ കുടുംബത്തിൽ, ഭവനത്തിൽ 3 പേരോ 4 പേരോ 2 പേരോ ചിലപ്പോൾ കാണുമായിരിക്കും. നിങ്ങൾക്ക് ഏക മനസ്സുണ്ടോ എന്ന് നോക്കിയേ. ഒരുത്തരൊന്ന് പറയുമ്പോൾ ഇന്നൊരാൾ ഇന്നൊന്ന് പറയും. ഒരുത്തർ 2 പേരും കൂടെ സംസാരിക്കുന്ന കുറച്ചും കൂടെ വഴക്കുമല്ലോ ഉണ്ടാകും. അത് വലിയ ഭൂകമ്പമായി മാറും. അവിടെ എന്തോ ഇല്ല, ഏക മനസ്സില്ല. അടുത്തതായി പറയുന്ന 5ാമത്തെ കാര്യം, സമാധാനത്തോടിരിപ്പീൻ. നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. സമാധാനം ഉണ്ടോ നോക്കിക്കേ? ഇല്ല. അപ്പോൾ ഈ 5 വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ പറയുന്നത്, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പൊ ഈ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ മേലെ വായിച്ച 5 വിഷയത്തിൽ 1 ഫെയിലർ ആണാലും ദൈവം അവിടെ ഇല്ല. മറുപടി ഞാൻ പറയുന്നു, സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചു കൊള്ളുവീൻ, ഏക മനസ്സിലായിരിപ്പീൻ, സമാധാനത്തോടിരിപ്പീൻ. ഇന്ന് 5 വിഷയം ഉണ്ടെങ്കിൽ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. യുദ്ധം വരട്ടെ, ഭൂകമ്പം വരട്ടെ, ക്ഷാമം വരട്ടെ, രോഗങ്ങൾ വരട്ടെ, മരണം വരട്ടെ, സകലവും തകരട്ടെ, എല്ലാം നഷ്ടപ്പെടട്ടെ, വേണ്ടാന്ന് പറഞ്ഞ് എല്ലാവരും നമ്മളെ വലിച്ച് എറിഞ്ഞ് കളയട്ടെ, റോഡിലോട്ട് നമ്മളുടെ ചവിട്ടി മെതിക്കട്ടെ. നമുക്ക് ആരുമില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, നമുക്കൊന്നുമില്ല, സകലവും നശിച്ചു, ദരിപ്പണമായി, നമ്മൾ നടുറോട്ടി വന്നു, നമ്മൾ റോഡിൽ കിടക്കുന്നു. പേടിക്കണ്ട, എല്ലാത്തിൻ്റെ ഉടയവൻ നമ്മുടെ കൂടെ ഉണ്ട്. സകലത്തിൻ്റെ ഉടയവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ റോഡിൽ കിടത്തത്തില്ല. അവിടെ നിർത്തുക, നമ്മളെ കൊണ്ട് അരമനയെ കൊണ്ട് കിടത്തും, ബംഗ്ലാവിൽ കൊണ്ട് കിടത്തും, നല്ല സ്ഥലത്ത് കൊണ്ട് കിടത്തും, നല്ല വസ്ത്രം തരും, നല്ല ഉണവ് തരും. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പം ദൈവമില്ലെങ്കിൽ ഉടനെ കണ്ടുപിടിക്കുക. ദൈവമേ, നീ എൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ 5 വിഷയത്തിൽ 1 ഫെയിലാറാണാലും കർത്താവ് അവിടെ ഇല്ല. അതുകൊണ്ട് ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ചു വിട്ടതാണ്, ചിന്തിച്ചതാണ്, പ്രസംഗിച്ചതാണ്, പ്രബോധിച്ചതാണ്, ഒത്തിരി പ്രാവശ്യം കേട്ടതാണ്, വായിച്ചതൊക്കെ സന്തോഷം. എനിക്ക് ഓക്കെ. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ഇരുന്ന് ഒരല്പസമയം ശാന്തമായിരിക്കണം. ഇത് ചുമ്മാ ഈ കൂട്ടത്തിലെ പാട്ട് വെള്ളത്തിലെ പൂട്ടെന്ന് പറഞ്ഞ് വിടരുത്. ഒരല്പസമയം ശാന്തമായിരുന്ന് എൻ്റെ ജീവിതത്തിൽ ഈ സന്തോഷം ഉണ്ടോ, സമാധാനം ഉണ്ടോ, ആശ്വാസം ഉണ്ടോ, ഏകമനസ്സുണ്ടോ, സമാധാനം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് തേടി നോക്കണം. ഇതില്ലെങ്കിൽ മനസ്സിലാക്കണം, ദൈവം എൻ്റെ കൂടെ ഇല്ല. ദൈവം എൻ്റെ കൂടെ ഇല്ല. ഞാൻ പാട്ട് പാടുന്നുണ്ട്, ഞാൻ പൂർവിക ബന്ധക്കോസുകാരനാണ്, ഞാൻ പാസ്റ്ററാണ്, ഞാൻ പ്രവാചകനാണ്, ഞാൻ വലിയ പാട്ടുകാരനാണ്, വലിയ വർഷിപ്പ് ലീഡറാണ്, എനിക്കെല്ലാം ഉണ്ട്. പക്ഷേ എന്തോ ഇല്ല, ദൈവം കൂടെ ഇല്ല. നിങ്ങൾക്ക് പാട്ടുമില്ല, വർഷിപ്പും ഇല്ല, പണവും ഇല്ല, സ്വത്തുമില്ല, റോഡിൽ കിടക്കുന്ന പാർട്ടിയാണാലും, സഹോദര സഹോദരി, ദൈവമക്കളെ, ദൈവദാസന്മാരെ, എൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അങ്ങേര് സർവശക്തനാണ്, അങ്ങേര് സർവശക്തനാണ്, അങ്ങേര് സർവശക്തനാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനു വേണ്ടിയാണ് മനുഷ്യനെ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചത്. മൃഗങ്ങൾ കൂടോ, പറവകളുടെ കൂടോ, അല്ലെങ്കിൽ മറ്റുള്ള ഈ ലോകത്തിൻ്റെ ഒരു ജന്തുക്കളുടെ കൂടെ ദൈവം ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തന്നെ പോലെ സൃഷ്ടിച്ച തൻ്റെ മനുഷ്യനോട് കൂടെ ഇരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദാമേയും ഹവ്വായെ എതുക്ക് വേണ്ടി സൃഷ്ടിച്ചു? തനക്ക് പോയി ഇരുന്ന് പാടുവാനും തന്നെ കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിക്കുവാനും അവരോട് ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് മനുഷ്യൻ എവിടെ കിടക്കുന്നത്? മനുഷ്യന്റെ ജീവിതം എന്താണ്? ദൈവത്തിന് മനുഷ്യനുള്ള ആ കണക്ഷൻ ഉണ്ടോ? ദൈവത്തോടാണോ മനുഷ്യൻ നടക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആഭരണം ഊരിയത് കൊണ്ടോ, വെള്ള വസ്ത്രം എടുത്തത് കൊണ്ടോ, വേദപുസ്തകം എടുത്തുകൊണ്ട് പോയി കൈയടിച്ചുകൊണ്ടോ, അന്യഭാഷ പറഞ്ഞുകൊണ്ടോ ഒന്നും ഒരു പ്രയോജനമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ വചനത്തിന് മുന്നേ മുട്ടുമടക്കണം, കരയണം, ചോദിക്കണം. ആരും വേണ്ട, തനിച്ച് മുട്ടുമടക്കിയോണ്ട് കരയണം. ദൈവമേ, നീ എൻ്റെ കൂടെ ഇല്ലല്ലോ. ഈ കാര്യം ഈ പറയുന്ന പോലെ ഈ സന്തോഷം എനിക്കില്ല, സമാധാനം എനിക്കില്ല, ആശ്വാസം എനിക്കില്ല, ഏകമനസ് എനിക്കില്ല, സമാധാനം എനിക്കില്ലപ്പാ. ദൈവമേ സ്തോത്രം. എല്ലാം എനിക്കുണ്ട്, സമാധാനം ഇല്ല. എല്ലാം എനിക്കുണ്ട് പച്ച, എനിക്ക് സന്തോഷമില്ല. എല്ലാം കൊണ്ട് എനിക്ക് യഥാസ്ഥാനപ്പെടുവാൻ കഴിയുന്നില്ല. ആശ്വാസം എനിക്കില്ല, ഏകമനസ് എനിക്കില്ല. മനം പതറിക്കിടക്കുന്നു, സമാധാനം എനിക്കില്ലപ്പാ. എൻ്റെ അർത്ഥം എന്തുവാ? ദൈവം അവിടെ ഇല്ല.
ദൈവമാണ്. നിങ്ങളുടെ വീടോ ബംഗ്ലാവോ എസ്റ്റേറ്റോ പണമോ നിങ്ങളുടെ ആഭരണമോ ഒന്നും കർത്താവ് ചോദിച്ചിട്ടില്ല. ഈ 5 വിഷയം ഒത്തിരി സാധാരണമായ വിഷയമാണ്. ഈ വിഷയം 5ഉം നിങ്ങളുടെ ജീവിതത്തിൽ ക്ലിയറായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പോകുന്നതിനൊന്നും നമ്മുടെ ജീവൻ കൊടുക്കേണ്ട, തല കൊടുക്കേണ്ട, ഒന്നും വലിയ പാടൊന്നുമില്ല. ഈ സന്തോഷമായി ഇരുന്നാൽ മതി. വീട്ടിൽ ആരെല്ലാം ഉണ്ടോ അവരോട് സന്തോഷമായി, സഭയിൽ എല്ലാവരോടും സന്തോഷമായിരിക്കണം, സ്വന്തം ബന്ധത്തിൽ സന്തോഷമായിരിക്കണം, അയൽവാസികളോട് സന്തോഷമായിരിക്കണം, കുടുംബത്തിൽ സന്തോഷമായിരിക്കണം, കൂടപ്പുറന്നുകളിൽ സന്തോഷമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. യഥാസ്ഥാനപ്പെടണം, പതറിപ്പോകരുത്, ചെതറിപ്പോകരുത്, സഭ വിട്ട് ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി വഴക്കുണ്ടാക്കി പോകരുത്. യഥാസ്ഥാനപ്പെടണം. രണ്ടാമത് ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർക്ക് ആശ്വാസവാക്ക് പറയണമെങ്കിൽ നിങ്ങൾ ആശ്വാസത്തെക്കുള്ള ഇരിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഏക മനസ്സുള്ളവരായിരിക്കണം. ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അപ്പനും അമ്മയ്ക്കും സഭയിലാണാലും എവിടാണാലും ഏക മനസ്സ് നിങ്ങൾക്ക് വേണം. ഒരു മനസ്സ്. ആ 120 പേർക്ക് ഒരു മനസ്സായിരുന്നു. അവിടെ ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. ആ ഒരു മനസ്സ് നമുക്ക് വേണം. അതോട് സമാധാനത്തോടെ ഇരിക്കണം. നമ്മുടെ കുടുംബത്തിലെ കഷ്ടമോ പട്ടിണിയോ രോഗമോ പ്രയാസമോ ഏത് വന്നാലും ഒരുത്തരോരുത്തർ മല്ലടിച്ച് ഒരുത്തരോരുത്തർ വഴക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി സഭയിലടി കുടുംബത്തിലടി അവിടെ അടി ഇവിടെ അടി എല്ലാം വേണ്ട. നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്നാ കർത്താവ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് ഇരിക്കാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് പേടിക്കണം. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞാനുണ്ട്. നിങ്ങൾക്ക് തുണയായിട്ട് കൂട്ടിന് ഞാനുണ്ട്. എന്തിന് പരിഭ്രമിക്കുന്നു? എന്തിന് പേടിക്കുന്നു? നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടണ്ട. ആ തിരമാലകൾ വരട്ടെ, കോളിളക്കങ്ങൾ വരട്ടെ, സുനാമി വരട്ടെ, വാനവും ഭൂമി എല്ലാം ഇടിയട്ടെ, എല്ലാം തകരട്ടെ, എല്ലാവരും കൈവിടട്ട്, റോഡിലോട്ട് വലിച്ചെറിയട്ട്, ഒന്നുകൊണ്ട് പേടിക്കണ്ട. കർത്താവ് കൂട്ടുന്നുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ 1215 ദിവസം ഒരു പ്രാവശ്യം കൂടി അതിരാവിലെ സമയത്ത് ഈ വചനത്തിലൂടെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആലോചന കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു കൃപ തന്നതിനായി സ്തോത്രം. അപ്പച്ചാ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ തന്റെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ ഹൃദയത്തെ ഇതേപോലെ കഠിനപ്പെടുത്താതെ ദൈവത്തിന്റെ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ 5 വിഷയം എനിക്ക് വേണം. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കണം. കർത്താവേ സ്തോത്രം. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. നീ ഇല്ലാത്തൊരു ഭാര്യ, നീ ഇല്ലാത്തൊരു ഭർത്താവ്, നീ ഇല്ലാത്തൊരു കുഞ്ഞ്, നീ ഇല്ലാത്തൊരു ജോലി, നീ ഇല്ലാത്തൊരു വീട്, നീ ഇല്ലാത്തൊരു കാർ, നീ ഇല്ലാത്തൊരു പണം, എനിക്ക് ഈ ലോകത്തിൽ ഒന്നും വേണ്ട. അപ്പച്ചാ, എനിക്ക് നീ വേണം. നിന്നോട് കൂടെ ഇരിക്കണം. നീ എന്നോട് കൂടെ ഇരിക്കണം. എന്നെ വിട്ട് പോകരുതേ, എന്നെ വിട്ട് ദൂരെ പോകരുതേ, ഞങ്ങളെ മറക്കരുതേ, ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങളെ ഉപേക്ഷിച്ച് അനാഥകളായി തള്ളിവിട്ട് പോകരുത് അപ്പച്ചാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് മുട്ടുമടക്കി ഇത് വചനത്തെ വെച്ചുകൊണ്ട് കരയാൻ തുടങ്ങിയാൽ ഈ ദൈവം ഓടി നിങ്ങളുടെ അരികത്തോട്ട് വരും. ദൈവം നിങ്ങളെ നിറയ്ക്കും. ദൈവം നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങൾക്ക് സഹായം ചെയ്യും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കൂടെ തന്നെ ദൈവം ഇരിക്കും. എല്ലാ സിറ്റുവേഷനും ദൈവം തമ്മിൽ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളെ കർത്താവ് ബലപ്പെടുത്തും. നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ക്ഷീണിതരായി പോകത്തില്ല, മരിക്കയില്ല, രോഗികളായി നശിച്ചു പോകത്തില്ല, ഭവനങ്ങൾ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഒന്നും തകർന്നു പോകത്തില്ല, കുഞ്ഞുങ്ങൾ തലതെറിക്കത്തില്ല. എല്ലാം കർത്താവ് നിങ്ങൾക്ക് തരും. നിങ്ങൾ സന്തോഷമായിരിക്കാം, സമാധാനമായിരിക്കാം, നിങ്ങൾ ആനന്ദമായിരിക്കാം. ദൈവകൃപയിൽ, ദൈവബലത്തിൽ, ദൈവസത്യത്തിൽ, ദൈവ സ്നേഹത്തിൽ ബലപ്പെടുവാൻ കർത്താവ് നിങ്ങൾ കൃപ തരും. സഭയിൽ നമുക്ക് ഒരു മനസ്സ്, ദൈവ ഏക മനസ്സ്. എല്ലാവരും ഒന്നിച്ച് കൈയടിക്കുന്നു, ഒന്നിച്ച് പാട്ടുപാടുന്നു, ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു, ഒന്നിച്ച് കർത്താവിൻ്റെ മേശയെ നമ്മൾ കൈനീട്ടുന്നു, ഒന്നിച്ച് ദൈവത്തെ പാടി അങ്ങോട്ട് മഹത്വപ്പെടുന്ന ആത്മാവിൻ്റെ നിറവിൽ നമ്മളോട് നിറയുന്നു. 120 പേരുകളും ഏക മനസ്സോട് ഒന്നിച്ചിരുന്നപ്പോൾ, ഒരു മനപ്പെട്ടപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ഈ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ഭവനത്തിലും നമ്മുടെ ദൈവസഭയിലും നമ്മുടെ ശരീരത്തിലും നമ്മൾ ഇരിക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഈ 5 വിഷയം നമുക്ക് വേണം. സന്തോഷമായിരിക്കണം, യഥാസ്ഥാനപ്പെടണം, ആശ്വാസമായിരിക്കണം, ഏക മനസ്സായിരിക്കണം, സമാധാനത്തോടെ ഇരിക്കണം. ഇരുന്നെങ്കിൽ മാത്രമേ ഈ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ദൈവമേ, ഇതനുസരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഏറ്റെടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് തരണമേ. ഇത് തള്ളിക്കളഞ്ഞ് കർത്താവ് ഇത് ഉപേക്ഷിച്ച് കാലിൻ്റെ കീഴിൽ ചവിട്ടി ഈ ഭയങ്കര പാപത്തിലും ശാപത്തിലും ഞങ്ങൾ പോയി വീണ് പൈശാചിക പോരിനാലും പൈശാചിക ബന്ധനത്തിനാലും ഞങ്ങൾ കെട്ടപ്പെട്ടവരായി ഇരിക്കാതെ ദൈവകൃപയിൽ, ദൈവസ്നേഹത്തിൽ, ദൈവബലത്തിൽ, ദൈവസ്നേഹത്തിൽ, ദൈവവചനത്തിൽ ഞങ്ങൾ നിലച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ദേശത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും ഇത് സന്തോഷത്തോടെ, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് ആലോചന പറഞ്ഞിരിക്കുന്നു, എന്നോടാണ് ഈ ദൂത്, എനിക്കാണ് ഈ ദൂത്, എന്നോടാണ് കർത്താവ് ഇടപെട്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിന് വേണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഭവനത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ കമ്പനിയോ എൻ്റെ ജോലി സ്ഥലത്തോ എവിടാണേലും എൻ്റെ ശുശ്രൂഷ എവിടായിരുന്നാലും അവിടെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ള ആ താല്പര്യത്തോടെ എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് തള്ളിക്കളയാതെ ഏറ്റെടുക്കുവാൻ, വിശ്വസിക്കുവാൻ, കർത്താവേ മനഃപൂർവ്വമായി കൊണ്ട് വിട്ടുകൊടുക്കുവാൻ, കൃപയിൽ നിൽക്കുവാൻ ദൈവമേ ഓരോരുത്തർക്കും നീ സഹായിക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെ മറക്കരുതേ, ഒരുത്തരെയും തള്ളിക്കളയരുത് കർത്താവേ. തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ആശ്വസിച്ചുകൊള്ളുവീൻ, ഏക മനസ്സുള്ളവരായിരിപ്പീൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞല്ല അപ്പച്ച. ഇതിന് മേലെ ഞങ്ങൾക്കൊന്നും വേണ്ട, ഇത് മതി. നീ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി, നീ ഞങ്ങളുടെ ഇരുന്നാൽ മതി കർത്താവേ സ്തോത്രം. നീ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി കർത്താവേ സ്തോത്രം. പൂർണ്ണമായത്
വരുമ്പോൾ അംശമായത് ഒഴിഞ്ഞു പോകുന്നല്ല വേദപുസ്തകം പറയുന്നത്. ദൈവമേ, ഈ പൂർണ്ണരായ ദൈവം ഈ യേശു ക്രിസ്തു ഞങ്ങളോട് ഇരിക്കണം, ഞങ്ങളുടെ ഭവനത്തിൽ ഇരിക്കണം, കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണം, ഞങ്ങൾ എല്ലാവരുടെ കൂടെ ഇരിക്കണം കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ കരയുന്നു, പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ തള്ളിക്കളയരുത്, ഞങ്ങളെ വിട്ട് പോകരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അനാഥകളായി തീക്കറ്റ കർത്താവേ, കുഞ്ഞുങ്ങളായി ഞങ്ങളെ നിന്ദിത പാത്രങ്ങളെ മേയുവാൻ നീ സമ്മതിക്കരുത് അപ്പച്ച. എല്ലാവരെയും കരത്തിൽ കൊടുത്ത് അനുഗ്രഹിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു കരം നിന്റെ കുഞ്ഞുങ്ങളുടെ മധ്യ ഇപ്പം വെളിപ്പെടട്ടെ. സമാധാനത്തിൻ്റെ ദൈവം അവിടെ വെളിപ്പെടട്ടെ. ആശ്വാസം, സന്തോഷം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വൻകാര്യം ചെയ്താണ്. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി അത് വിശ്വസിക്കുക, അനുസരിക്കുക, വചനത്തെ മറുപടി വായിച്ച് നിങ്ങളത് കരസ്ഥപ്പെടുത്തുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലസ് യു.